വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും വഹാബിസത്തിന്റെ തിരിമറികൾ തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശത്തിലാണ് വീണ്ടും വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ മുഴുവനും മുശ്രിക്കും കാഫിറുമാക്കി നടന്നവരാണ് കേരളത്തിലുള്ള വഹാബികൾ. എന്നാൽ ഇന്ന് ആദർശത്തിന്റെ പേരിൽ അവർ തമ്മിൽ തല്ലിപ്പിരിയുകയും കേരളത്തിന്റെ തിരുവോരങ്ങളിൽ തമ്മിൽ കാഫിറും മുശ്രിക്കുമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരായത്തും ഹദീസും ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണോ മുൻപ് കാലങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ മുശ്രിക്കും കാഫിറുമാക്കിയത്, അതേ ആയത്തുകളെ തന്നെയാണ് ഇവർ ഇപ്പോൾ ആദർശപരമായിട്ട് വ്യതിയാനം സംഭവിച്ചപ്പോൾ തമ്മിൽ കാഫിർ മുശ്രിക്കുമാക്കുവാൻ വേണ്ടിയും അവർ ഓതിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹം ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് ഉമർ മൗലവി മഹാനവറുകൾക്ക് കത്തെഴുതി, നിങ്ങൾ മുസ്ലിമാവുക എന്ന്, ഈ അവസാന നിമിഷമെങ്കിലും നിങ്ങൾ മുസ്ലിമാകുക എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർക്ക് കത്തെഴുതിയ വിഭാഗമാണ് ഈ വഹാബിസം. മൗലവി മരണപ്പെട്ടപ്പോൾ അയാൾ പിന്നെ നേരിട്ട് സ്വർഗത്തിലേക്ക് കുതിച്ചു എന്നൊക്കെയാണ്. അപ്പം അങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ മുശ്രിക്കും കാഫിറുമാക്കി നടന്ന ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പം വിസ്ഡം ജിന്നൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും കേരളമുണ്ട്. ഈ വിസ്ഡം ജിന്നൂരികളുടെ കൂട്ടത്തിൽപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹവും മുമ്പ് കാലത്ത് കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിനോട് ചെയ്ത പണികളൊക്കെ നമുക്കറിയാം. കാരണം സുന്നി മദ്രസകളിൽ പഠിക്കുന്ന ചെറിയ പിഞ്ചുമക്കളെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം, കാരണം അവർ വളർന്നു വന്നാൽ മുശ്രിക്കാകും, ഇസ്ലാം മതത്തിന് ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് മഹാനവറുകളൊക്കെ അബൂജഹലിന്റെ അനുയായികളാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. കാരണം ആരെ നോക്കി, ആ ശിർക്കും കുഫറും ചെയ്യാത്ത ഒരു സമൂഹത്തെ നോക്കി മുശ്രിക്കും കാഫിറുമാക്കിയവരാണ് വഹാബികൾ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ശിർക്കും കുഫറും അവരിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. കാരണം മുജാഹിദുകളുടെ നേതാവ് ഹുസൈൻ സലഫി പറയുന്നുണ്ട്, ശിർക്കും കുഫറുമില്ലാത്ത ഒരു സമൂഹത്തെ നോക്കി മുശ്രിക്കും കാഫിറുമാക്കിയത് ആ മുശ്രിക്കും കാഫിറുമല്ലാത്ത ആളുകളെ മുശ്രിക്കും കാഫിറും എന്ന് വിളിച്ചു, അത് ഇന്ന് നമ്മിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് ഹുസൈൻ സലഫി പറഞ്ഞത്. അപ്പം അത് ഇന്ന് വഹാബിസത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അതിന്റെ നേർക്കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കാരണം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നും, മുമ്പ് മുസ്ലിം ഉമ്മത്തിനെ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുശ്രിക്കും കാഫിറുമാക്കി നടന്ന വഹാബി പുരോഹിതൻ മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയട്ടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന്. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ, എനിക്ക് 2 ഞെട്ടലുകൾ ഉണ്ടായി. എന്റെ ഫോണിൽ കിടക്കേണ്ട ആ വോയിസ് ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ കേരളന്മാരെ സലാം അടക്കണില്ല. സലാം അടക്കാതിരുന്നപ്പോ അവനെ എനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്, ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം അടക്കാത്തത്. കേരളന്മാരനാട്ടോ പറയണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഞാൻ ആരാണ്? അബൂജഹലിനെ പോലെ മുശ്രിക്കാണ് എന്ന്. ഇത് ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ പച്ച തൗഹീദിലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്ത് നോക്കി ഈ കേരളംകാരൻ പറയാണ്, എന്ത്, ഞാൻ അബൂജഹലിന്റെ ശിർക്കിലാണ്, അതുകൊണ്ട് തന്നെ നിന്നോട് സലാം അടക്കാൻ പറ്റൂല. ആലോചിച്ച് നോക്ക്. ഇതാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ഈ ആഴ്ചയിലാണ് ഈ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടോ. അതോട് പറഞ്ഞുതരാം. കുറച്ച് ദിവസമായിട്ടുള്ള ഇതിലേക്ക് പിടുത്തം വിട്ടിരിക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും പിടുത്തം വിട്ടിരിക്കുകയാണ്. അത് കേട്ട് സാക്ഷ്യം വഹിച്ച ഒരാൾ ഈ സദസ്സിലുണ്ട്. എന്റെ ഈ വോയിസ് കേട്ട് സാക്ഷ്യം വഹിച്ച ഒരാൾ ഈ സദസ്സിലുണ്ട്. സഹോദര, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എന്താണ് അദ്ദേഹത്തിന് 2 ഞെട്ടൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ല പോലും. അദ്ദേഹത്തിന് മക്കാ മുശ്രിക്കുകളെക്കാൾ പേച്ച വിശ്വാസക്കാരനെന്ന് വിളിച്ചു പോലും അദ്ദേഹത്തിന് ഭയങ്കര ഞെട്ടലായി. എന്നാൽ ഈ പണി ഇദ്ദേഹം മുമ്പ് ചെയ്തത് കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിനെ നോക്കിയിട്ട് മുശ്രിക്കും കാഫിറുമാണെന്ന് പരസ്യമായിട്ട് സ്റ്റേജുകളിൽ പ്രസംഗിക്കുകയായിരുന്നു ചെയ്തത്. ഇദ്ദേഹം പ്രസംഗിച്ചു, മറ്റ് ഇദ്ദേഹത്തിന്റെ നേതാക്കന്മാരും മറ്റുള്ളവരും ചെയ്തത് വേറെയുണ്ട്. ഇദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരെ അബൂജഹലിനോട് വരെ ഉപമിച്ചു.
അതിപ്പം സ്വന്തത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞെട്ടലുണ്ടായിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അത് ഇപ്പം അടുത്ത കാലത്തുള്ള വീഡിയോസ് അല്ല, കുറച്ച് മുമ്പുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഒരാഴ്ചയായിട്ട് KNM വന്ന നിലപാടാണ് എന്നാ. അപ്പം KNM അദ്ദേഹത്തിനെ കാഫറാണ് എന്ന് വിളിച്ചു, മുശ്രിക്കാണ് എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? മുശ്രിക്കും കാഫറുമല്ലാതിരുന്ന ഒരു സമൂഹത്തെ നോക്കിയിട്ട് മുശ്രിക്കും കാഫറുമാക്കി. എങ്ങനെയാണ് മുശ്രിക്കാകുന്നത്? എവിടെയാണ് അതിനെപ്പറ്റി പഠിപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരത് വിളിക്കുന്നത്? അള്ളാഹുവിന്റെ അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ചിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ സഹായാർത്ഥന നടത്തുന്നു. അതിനാണ് ഇവരെന്ത് ചെയ്യുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുശ്രിക്കും കാഫറുമാക്കുന്നത്. എന്നാൽ മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നവർ മുശ്രിക്കും കാഫറുമാണ് എന്ന് എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് വരെ അവരെ കൊണ്ടത് തെളിയിക്കാനും പറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നവർ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് എവിടെയും പഠിപ്പിച്ചിട്ടില്ല, വഹാബിസമല്ലാതെ. അവർക്ക് തോന്നിയതുപോലെ വിശുദ്ധ ഖുർആനിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ മുശ്രിക്കും കാഫറുമാക്കി. അത് ഇന്ന് അവരിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു, ആദർശത്തിന്റെ പേരിൽ, ജിന്നായിട്ടും മറ്റു പലതുമായിട്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാം തുറന്നു കാണിക്കും. ഇപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്ത ഒരു കാര്യം കൂടി അദ്ദേഹത്തിനെ മുശ്രിക്കാക്കി എന്നുള്ളതിന്റെ ഒരു വിഷയവും കൂടി നമുക്ക് അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുവോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത, ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ലാഹ് പൊറുത്തു തരട്ടെ. ചിന്തിക്കും. ആദ്യം നമ്മളുടെ വിസ്ഡം ജിന്നൂരി